കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങളും തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി വന്നതോടുകൂടി തന്നെ ജനത്തിന് എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നടക്കുന്നതെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അപ്പോൾ ഹാരിസിനെ വകവരുത്തുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. PP ദിവ്യ നവീൻ ബാബുവിനെ വകവരുത്തുന്നതിന് വേണ്ടി നടത്തിയ അതേ തരത്തിലുള്ള ശ്രമമാണ് മന്ത്രി വീണയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് സത്യം. 10 വെള്ളിക്കാശിന് വേണ്ടി തന്നെ സഹപ്രവർത്തകർ കൂടി ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്താണ് ആരോഗ്യ രംഗത്ത് നടന്നതെന്ന്. പൊതുജനങ്ങളുടെ ഡോക്ടറായ ഹാരിസ് പറയണമെങ്കിൽ അത് ഈ DMEയുടെ ചാർജ് വഹിക്കുന്ന വിശ്വാസിനെ പോലും മനസ്സിൽ ഉന്നം വെച്ചുകൊണ്ടായിരിക്കണം. ഇപ്പോൾ ഹാരിസിനെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്താൽ ഇനിയും ചെയ്തു കൊടുക്കേണ്ട KV വിശ്വാസിനെ ഡയറക്ടറാക്കുമെന്നുള്ളൊരു സംശയം വേണ്ട. നമസ്കാരം. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തകർക്കുവാൻ വേണ്ടി ഒത്താശ ചെയ്ത ഡോക്ടർ വിശ്വനാഥനെ സ്ഥിരം ഡയറക്ടറാക്കാനുള്ള നീക്കം, മന്ത്രിതലത്തിലുള്ള നീക്കം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ RS ശശികുമാർ. ഈ ഡോക്ടർ ഹാരിസിനെ തകർക്കാൻ ഒത്താശ ചെയ്തതിന് ഡോക്ടർ വിശ്വനാഥന് പാരിതോഷികം നൽകാൻ മന്ത്രിതലത്തിൽ ഒരു ഒരുക്കം നടത്തുന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് സർ? ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാണ് എന്നുള്ള ഒരു പ്രചരണം ഈ അടുത്ത കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങളും തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജിയുടെ പ്രൊഫസർ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി വന്നതോടുകൂടി തന്നെ ജനത്തിന് എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നടക്കുന്നതെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. വാസ്തവത്തിൽ ആദ്യം ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിനെ മന്ത്രിമാരും CPM ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വാർത്തയെ കണ്ടത്. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടത്തിയ പരാമർശം, അദ്ദേഹം ശത്രുപക്ഷത്തിന് ആയുധം നൽകി എന്ന് പറഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും CPM നേതാക്കളും ഹാരിസിനെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയായിരുന്നു. അപ്പോൾ ഹാരിസിനെ വകവരുത്തുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ആരോഗ്യ മന്ത്രി വീണ ജോർജ് തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. കണ്ണൂരിൽ PP ദിവ്യ നവീൻ ബാബുവിനെ വകവരുത്തുന്നതിന് വേണ്ടി നടത്തിയ അതേ തരത്തിലുള്ള ശ്രമമാണ് മന്ത്രി വീണയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സഹപ്രവർത്തകരായ ഡോക്ടർമാരുടെയും സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നവീൻ ബാബുവിൻ്റെ അനുഭവം ഉണ്ടായിരുന്നുള്ളൊരു സത്യമാണ്. അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചത് എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, 10 വെള്ളിക്കാശിന് വേണ്ടി തന്നെ സഹപ്രവർത്തകർ കൂടി ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്താണ് ആരോഗ്യ രംഗത്ത് നടന്നതെന്ന്. അത് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ വളരെ മിടുക്കന്മാരും പ്രഗത്ഭന്മാരുമാണെന്നാണ് നമുക്ക് കരുതുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ വളരെ സമർത്ഥന്മാരാണ്. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജിനെയാണ്. പക്ഷേ അവിടുത്തെ ഡോക്ടർമാർ ഇത്തരം തരം താഴ്ന്നു എന്ന് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്ത് അവിടെയുള്ള ഒരു പ്രിൻസിപ്പലും അവിടെയുള്ള ഒരു സൂപ്രണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലൂടെയാണ്. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആ സൂപ്രണ്ടെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു SFI ഗുണ്ടയാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ഒരു ഡോക്ടറിൽ നിന്നും നമ്മൾ സമൂഹം ഈ രീതി പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ
ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരാളിനെ ആണ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് നിയമിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ 12 മെഡിക്കൽ കോളേജുകളുണ്ട്. വളരെ സീനിയറായിട്ടുള്ളവരാരും ജില്ല വിട്ടുള്ള മെഡിക്കൽ കോളേജ് കൊടുക്കുമ്പോൾ ജൂനിയറായിട്ടുള്ള ഒരാളിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊടുക്കണമെങ്കിലും അദ്ദേഹം മന്ത്രിക്കും സർക്കാരിനും വിടുപണി ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ളതായിട്ട് സംശയം വേണ്ട. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് ഈ പ്രിൻസിപ്പൽ പദവിക്ക് കൂടാതെ എൻഡോക്രൈനോളജി വകുപ്പിൻ്റെ മേധാവിയായും അതേപോലെ ഡയബറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായും കൊടുത്തേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ഒരാളിന് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ പോലും 24 മണിക്കൂറും വർക്ക് ചെയ്താൽ പോലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 3 വകുപ്പ് കൊടുത്തിരിക്കുന്നു വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ വരുന്ന മരുന്ന് വാങ്ങുന്നതിൻ്റെയും അവർ ഉപകരണം വാങ്ങുന്നതിൻ്റെയും ഷെയർ കൊടുക്കാൻ സർക്കാരിനും ബന്ധപ്പെട്ട മന്ത്രിമാർക്കോ പാർട്ടിക്കോ കൊടുക്കാൻ ബില്ലിംഗ് ആയിട്ടുള്ള ഡോക്ടർമാർ മാത്രമേ ഇങ്ങനെയുള്ള ഉയർന്ന സ്ഥാനങ്ങൾ വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബില്ലിംഗ് ആയിട്ടുള്ള ആളാവുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെയും അതുപോലെ സൂപ്പറിനെ ഉപയോഗിച്ച് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് DMEയുടെ ചാർജ് കൊടുത്തിരിക്കുന്ന KV വിശ്വനാഥൻ. വിശ്വനാഥിനെതിരായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ വെള്ളിക്കാശ് കൊടുത്ത് തന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു പൊതുജനങ്ങളുടെ ഡോക്ടറായ ഹാരിസ് പറയണമെങ്കിൽ അത് ഈ DMEയുടെ ചാർജ് വഹിക്കുന്ന വിശ്വനാഥിനെ പോലും മനസ്സിൽ ഉന്നം വെച്ചുകൊണ്ടായിരിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തെ സ്ഥിരം DME ആയി നടത്താൻ ശ്രമിക്കുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നത്. 1983 ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പലിനെയാണ് ആ DMEയുടെ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ DME ആയിരുന്ന തോമസ് മാത്യു റിട്ടയർ ചെയ്യുന്നത് വരെ തോമസ് മാത്യു സീനിയർ മോസ്റ്റ് പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ DME ആയി നിയമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. സെലക്ഷൻ പോസ്റ്റാക്കി മാറ്റുന്നു DMEയുടേത്. അതായത് 6 പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ 6 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം അതിൽ ഒരാളെ സർക്കാർ നിയമിക്കും എന്ന് പറഞ്ഞാൽ സർക്കാരിന് താല്പര്യമുള്ള, സർക്കാരിന് പണം പിരിച്ചു കൊടുക്കാൻ, മന്ത്രിക്ക് പണം പിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ആർക്കായട്ടെ പണം പിരിച്ചു കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള അവരുടെ ഒരു പിണിയാളായി നിൽക്കുന്ന ഒരാളുടെ DME ആകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനെ ഉന്നം വെച്ചുകൊണ്ടാണ് 6 പേരെ ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം സർക്കാർ പറയുന്നത് എന്തിന് താഴെ ഒപ്പിടാൻ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും വിജിലൻസിൻ്റെ സെക്രട്ടറിയെയും അതേപോലെ തന്നെ ഹെൽത്തിൻ്റെ സെക്രട്ടറിയും വെച്ചുള്ള കമ്മിറ്റി ഈ 6 പേരെ ഇൻ്റർവ്യൂ നടത്തും. 6ാമത്തെ ആളാണ് വിശ്വനാഥൻ. അപ്പോൾ 6 പേരെന്ന് തീരുമാനിച്ച വിശ്വനാഥനെ കൂടെ ഇൻ്റർവ്യൂ ബോർഡിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും സീനിയറായിട്ടുള്ളത് ഡോക്ടർ പ്രതാപായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇൻ്റർവ്യൂ നടത്തിയില്ല. അപ്പോൾ അദ്ദേഹം പുറത്തു പോയി. രണ്ടാമത് ഡോക്ടർ പ്രേമലത സീനിയറാണ്. ഡോക്ടർ പ്രേമലതയ്ക്ക് മുമ്പ് കോന്നി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ RS നിഷ, അത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ അശോകൻ, അത് കഴിഞ്ഞാൽ ഡോക്ടർ ശിവരാമകൃഷ്ണൻ, അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹം കാസർഗോഡാണ്. അതിന് താഴെയായിട്ടാണ് ഈ നമ്മുടെ വിവാദ പുരുഷനായ ഈ ഹാരിസിനെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി പത്രസമ്മേളന സമയത്ത് റിപ്പോർട്ട് തയ്യാറാക്കുകയും അവർക്ക് ഫോണിലൂടെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്ത വിശ്വാസൻ. അപ്പോൾ ഈ വിശ്വാസിനെ സംബന്ധിച്ചോളം അയാൾ ഒരിടത്തും പ്രിൻസിപ്പലായിരുന്നിട്ടില്ല, അദ്ദേഹം ഒരിടത്തും വൈസ് പ്രിൻസിപ്പലായിരുന്നിട്ടില്ല, അദ്ദേഹം ഒരു HOD ആയിരുന്നിട്ടില്ല. അങ്ങനെ ഒരാളെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് നേരിട്ടൂടെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സെല്ലാം ജില്ല വിട്ട് മറ്റ് ജില്ലകളിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വാധീനം സർക്കാരിലുണ്ട്, എന്തുമാത്രം സ്വാധീനം മന്ത്രിയിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും പല ദിവസവും അദ്ദേഹം മെഡിക്കൽ കോളേജിലില്ല. കൂടുതൽ സമയം അദ്ദേഹം ചെലവിടുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടൊപ്പമാണ്. ഇത്തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് നിയമിക്കാൻ തീരുമാനിക്കും. സീനിയോറിറ്റി മാറ്റിവെച്ചിട്ട് സെലക്ഷൻ നടത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായും വിശ്വനാഥൻ നിയമിക്കപ്പെടുന്നുള്ള ഒരു സംശയം വേണ്ട.
ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ മാസം 18-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൽ ഡോക്ടർ അശോകൻ റിട്ടയർമെൻറ്റ് വാങ്ങിച്ചു പോയി. ബാക്കിയുള്ള 4 പേര് ഇൻ്റർവ്യൂ പങ്കെടുത്തു. 2 പേരുടെ പേര് മന്ത്രിയുടെ മുമ്പ് കൊടുത്തു. മന്ത്രി അതിനെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഹാരിസിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്താൽ ഇനിയും ചെയ്തു കൊടുക്കേണ്ട KV വിശ്വനാഥനെ ഡയറക്ടറാക്കുമെന്നുള്ളൊരു സംശയം വേണ്ട. ഇതിനെതിരെ അധ്യാപകരുടെ വളരെ അമർഷമുണ്ട്, പ്രിൻസിപ്പൽമാരുടെ അമർഷമുണ്ട്. പല പ്രിൻസിപ്പൽമാരും കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു കേസ് പെൻഡിങ് ആണ്. പക്ഷേ അവിടെ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഈ പെറ്റീഷനർക്ക് അനുകൂലമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സംവിധാനം പോലും സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ്. സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല ജഡ്ജ്മെൻറ്റും വരാറില്ല. കാരണം മുൻകാലങ്ങളിൽ കേരള സർവകലാശാല അസിസ്റ്റൻ്റ് നിയമനം, ഏറ്റവും വലിയ കുംഭകോണം നടന്നത് കേരള സർവകലാശാല അസിസ്റ്റൻ്റ് നിയമനമാണ്. 50,000 ഉത്തരക്കടലാസ് നശിപ്പിച്ച ശേഷം നടത്തിയ നിയമനം. ആ നിയമനം ലോകായുക്തയും ഹൈക്കോടതി നിയമിച്ച കമ്മീഷനും നിയമനം തെറ്റാണ്, പിരിച്ചുവിടണമെന്ന് പറഞ്ഞപ്പോൾ അവരെ മുഴുവൻ റെഗുലറൈസ് ചെയ്ത് കൊടുത്ത ഒരു ജഡ്ജിക്ക് കൊടുത്ത പാരിതോഷികം കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നും നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും വിശ്വനാഥനെ യാതൊരു കാരണവശാലും സീനിയോറിറ്റി മറികടന്ന് DME ആയിട്ട് നിയമിച്ചാൽ അത് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തിൻ്റെ സംശുദ്ധി തന്നെ ഇല്ലാതാക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയട്ടെ, ആരോഗ്യമന്ത്രി നമ്മുടെ ഈ ആരോഗ്യ രംഗത്തെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവർക്ക് ഈ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന രീതിയിൽ പറ്റിയ ഒരു വിശ്വാസനെ കിട്ടിയിട്ടുണ്ട്. വിശ്വാസനെ ഉപയോഗിച്ച് ആരോഗ്യ മേഖലയെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും.